കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുക എന്നുള്ളത് ഇടതുമുന്നണിയുടെ മദ്യനയത്തിൻ്റെ ഭാഗമായിരുന്നു. അവരാണിപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് കുട്ടികളെ വഴിതെറ്റിക്കാനാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ള മറുപടിയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. താങ്കൾ ഇടതുപക്ഷക്കാരൻ കൂടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം കൂടി ഉന്നയിക്കുന്നത്. താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ഇടതുപക്ഷത്തിന്റെ നയം എന്താണെന്ന് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത കാര്യമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ നയം ഈ പറഞ്ഞ പോലെ മദ്യം ഒഴുക്കുക എന്നുള്ള നയമായിരുന്നില്ല. ഇടതുപക്ഷത്തിന്റെ നയം കർഷകരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ പഴങ്ങളിൽ നിന്നുണ്ടാക്കുന്ന മദ്യത്തിനോടായിരുന്നു ഇടതുപക്ഷത്തിന് താല്പര്യം. എന്തായാലും ഇടതുപക്ഷത്തിന് എന്തൊക്കെ ന്യായം പറഞ്ഞാലും, സതീശൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും, 2022-23 ഇടതുപക്ഷം ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുകയും ചെയ്തൊരു വിഷയം ഈ 2026 ഒരു തുള്ളി മദ്യം പോലും കേരളത്തിൽ ഒഴുകിയില്ല. അപ്പം ഇടതുപക്ഷത്തിന്റെ നയം എന്തായിരുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിന്റെ കൂടെ തന്നെ സതീശൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നയം ഇടതുപക്ഷം നടപ്പാക്കിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുക എന്നുള്ള, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയം നടപ്പാക്കാതെ വീര്യം കൂടിയ മദ്യമാണ് ഇടതുപക്ഷം വിറ്റത് എന്നല്ലേ അതിനർത്ഥം. സംഗതി എന്തായാലും ഒരു തുള്ളി മദ്യം പോലും ഇടതുപക്ഷം ആ അക്കൗണ്ടിൽ കേരളത്തിൽ ഒഴുക്കിയിട്ടില്ല. അല്ല ശ്രീ കൃഷ്ണൻകുട്ടി, അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? ഇടതുപക്ഷത്തിന്റെ നയം വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കുക, നയം പറയുകയും മറ്റൊന്ന് നടപ്പാക്കുകയും ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം. അർത്ഥം എന്ത് വെച്ചാലും ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിൽ ഒരു തുള്ളി മദ്യം പോലും കേരളത്തിൽ ഒഴുകിയില്ല. ഇനി അഥവാ ഒഴുക്കാനായിട്ട് ഇടതുപക്ഷം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അടിയിൽ എന്തെങ്കിലും അത് അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല കേട്ടോ. ആകെ മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് അധികാരമേൽക്കുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണവും അദ്ദേഹം അധികാരം ഒഴിയുമ്പോൾ ഉണ്ടാകുന്ന ബാറുകളുടെ എണ്ണവും ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് തന്നെ വലിയ കണക്കാണ്. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. മദ്യം ഒഴുക്കിയില്ല എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അല്ലല്ല, ഞാൻ പറഞ്ഞ ഒഴുക്കിയില്ലെന്ന് പറഞ്ഞാല് വീര്യം കുറഞ്ഞ മദ്യം ഒരു തുള്ളി പോലും കേരളത്തിൽ ഒഴുക്കിയില്ല ഇടതുപക്ഷം. അങ്ങനെ ആക്കിയാൽ കുഴപ്പമില്ല. വീര്യം കുറഞ്ഞ ഒഴുക്കില്ല, വീര്യം കൂടിയത് മാത്രമേ ഒഴുക്കിയുള്ളൂ എന്നാക്കാം. ബാറിന്റെ കണക്ക് പറയുമ്പോൾ അതിന് ഒറ്റ സെന്റൻസ് ഉത്തരം പറയാം. അത് ഉമ്മൻചാണ്ടിക്ക് പറ്റിയൊരു മണ്ടത്തരം, അത്രേ ഉള്ളൂ. അവര് തമ്മിലുള്ള അടി കാരണം സംഭവിച്ച ഒരു കാര്യമാണ്. അതിനത്ര മേന്മ പറയാനൊന്നുമില്ല. അത്രേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. പിന്നെ ഈ സതീശൻ തന്നെ പറഞ്ഞിരുന്നു ഇടതുപക്ഷം ഇങ്ങനെ ആലോചിക്കുന്നത് അഴിമതി നടത്താനാണ് എന്ന രീതിയിൽ ഒരു ആരോപണവും ഈ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു നാളുകൾക്ക് മുമ്പ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം ഇതിനകത്ത് അഴിമതിക്ക് സ്കോപ്പ് ഉണ്ടെന്നുള്ള വര വരച്ചു വെച്ചത് തന്നെ സതീശൻ തന്നെയാണ്. ആ പറഞ്ഞ സതീശൻ ഇത് നടപ്പിലാക്കുമ്പോൾ ആ പറഞ്ഞ അഴിമതി ഇപ്പം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം. ആ ചോദിക്കുന്ന ചോദ്യം പ്രതിപക്ഷം മാത്രമല്ല ചോദിച്ചത്, അവരുടെ കൂടെ തന്നെയുള്ളവർ ചോദിച്ചു തുടങ്ങി. എം സുധീരൻ ചോദിച്ചു, കെ.സി. വേണുഗോപാൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പിന്നെ വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിന്റെ കൂടത്തെ സമസ്ത പറയുന്നു, ന്യൂനപക്ഷങ്ങൾ പറയുന്നു, പള്ളി പറയുന്നു, എല്ലാവരും കൂടെ പറയുന്നു. അങ്ങനെ ഒരു പിന്നെ പത്മയൂഹത്തിൽ പെട്ടുപോയിരിക്കുകയാണ് സതീശൻ. അതുകൊണ്ട് സതീശൻ ഇന്നെന്താ പറഞ്ഞത്? സതീശന് അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യാത്ത അവസ്ഥയായി. കുരങ്ങാപ്പൂരി പോലെ എന്ന് പറയില്ലേ നാട്ടുമ്പുറത്ത്, അങ്ങനെ കുരങ്ങാപ്പൂരിയുള്ള അവസ്ഥപ്പെട്ട സതീശൻ എന്ന് പറഞ്ഞത് UDF-ലും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷമേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് സതീശന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ. ഞാനത് കേട്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ UDF ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? മദ്യം ടാക്സ് കുറച്ച് കൊടുക്കാൻ തീരുമാനം ഈ ബജറ്റ് പാസ്സാക്കി കഴിഞ്ഞ് പിന്നെ UDF ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇതെല്ലാം മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതിലൊരു സാങ്കേതിക വിഷയമുണ്ട്. നികുതി, ഇന്ന മദ്യം വിൽക്കാൻ ഇന്ന നികുതി എന്നതാണ് നിശ്ചയിച്ചത്. നികുതി ഘടനയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ആ നികുതി ഘടനയിൽ അത് പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം മദ്യം വിൽക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്, അത് വിൽക്കണോ വേണ്ടതെന്ന്. പക്ഷേ വിൽറ്റാൽ ഈ നികുതി ആയിരിക്കും, അത് ബജറ്റിൽ പറഞ്ഞു. അതിന് കരുതി ഈ ബജറ്റിൽ പാസ്സായതുകൊണ്ട് അത് വിറ്റേ കഴിയൂ അല്ലെങ്കിൽ വിൽക്കാനുള്ള അവകാശം കിട്ടി എന്ന് പറയാനൊന്നും കഴിയില്ല. അപ്പൊ UDF-ലേക്ക് റെഫറൻസിന് പോകുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ? മദ്യം വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാതെയാണ് അദ്ദേഹം നികുതി നിശ്ചയിച്ചത്. തീരുമാനിക്കാനാണോ? കേട്ടില്ല. ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന് തീരുമാനിക്കാനാണോ? നികുതി എങ്ങനെ ആയിരിക്കണം തീരുമാനിക്കാനാണോ? വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിന് വേണ്ടിയാണ് UDF-ലേക്ക് പോകുന്നത്. അപ്പൊ നികുതി എത്രയായിരിക്കും? ഇപ്പോൾ പറഞ്ഞ നികുതി ആയിരിക്കും. അപ്പൊ എന്തായാലും UDF-ലേക്ക് ഇത് പോകുമല്ലോ. എങ്കിൽ പിന്നെ UDF എല്ലാം പറഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുവന്നാൽ പോരായിരുന്നു. ഇങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അത് ഗൗരവമായ ഒരു ചോദ്യം തന്നെയാണ്. മനുഷ്യനെ ഇങ്ങനെ ഇത്രയും പ്രശ്നത്തിലാക്കി പലരും സമരത്തിനും ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നവർക്ക് മനപ്രയാസം ഉണ്ടാക്കാനും ചർച്ച ചെയ്യാനും ഇങ്ങനെ ഒരു യു-ടേൺ പോകേണ്ടി വന്ന UDF എന്ന് പറഞ്ഞാൽ ഇപ്പൊ യു-ടേൺ DF എന്നാണ് പറയുക. ജനം അങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്ന് പറഞ്ഞാൽ U ഫോർ യു-ടേൺ ആയി. അത് ആവശ്യമില്ലാത്ത ഒരു പണിയായിരുന്നു. ഏതായാലും സതീശന് പറ്റിയ അബദ്ധം സതീശൻ എങ്ങനെ തിരുത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം. അതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കളുടെ പാർട്ടിക്കൊക്കെ
ഈ മദ്യത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് ഉള്ളത് പല രീതിയിൽ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് മുന്നണി തീരുമാനിച്ചിട്ടേ അങ്ങനെ വിൽക്കൂ, അല്ലാതെ വിൽക്കില്ല എന്നാണ് സതീശൻ പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് മദ്യത്തോടടിക്കരുത്, മദ്യം വിൽക്കരുത്, മദ്യം കുടിക്കരുത്. മദ്യം വിഷമാണ്. എല്ലാ തിന്മയുടെയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.